ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ അച്ചിങ്ങ മെഴുക്കുപുരട്ട് റെഡിയാക്കി എടുക്കുന്നതാണ്. അതിനായിട്ട് ഞാൻ 1 കിലോ അച്ചിങ്ങ ചെറിയ പീസായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പിടി ഉണക്കമുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചതയ്ക്കുകയല്ല ചെയ്തിരിക്കുന്നത്, ചെറിയ തരികളോടുകൂടി തന്നെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് റെഡിയാക്കാനായിട്ട് സ്റ്റൗവിൽ ഉരുളി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എണ്ണ ചൂടായപ്പോഴത്തേക്കും ഒരു 2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. സവാളയുടെ കളർ മാറി ഈ ഒരു രൂപത്തിലായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും നമ്മൾ ആ ഒരു പൊടിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ആക്കിയിട്ട് ഈ ഒരു മുളകും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. സവാള മുളകൊക്കെ നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി വാരിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. പയറിലുള്ള വെള്ളവും നമ്മൾ കഴുകിയപ്പോൾ ഉള്ള ആ ഒരു വെള്ളത്തിലും കൂടിയാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇളക്കിയിട്ടതിന് ശേഷം തട്ടിപ്പൊത്തി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കിയിട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സവാള വഴറ്റിയ സമയത്താണ് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളത്. ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 3-4 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇടയ്ക്ക് വീണ്ടും മിക്സാക്കി കൊടുത്തിരുന്നു. നമ്മുടെ പയർ മെഴുക്കുപുരട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തീയലാണ്. അപ്പോൾ ഞാൻ 1 കിലോ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ചധികം പച്ചമുളക്. ആദ്യം തന്നെ ഈ പാവയ്ക്ക നമുക്കൊന്ന് വാട്ടിയെടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാവയ്ക്ക ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. കാരണം പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ കുറച്ച് ഉപ്പ് കൂടുതൽ വേണേ. പിന്നെ നമ്മൾ സവാള ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ആ ഒരു സവാളയും കൂടി ആകുമ്പോഴത്തേക്കും നല്ലോണം ബാലൻസ് ആയിക്കോളൂ കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാവയ്ക്ക ഇതേപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഞാനൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാനിതിൻ്റെ ഫ്ലെയിം കുറച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ആ ഉരുളിയിൽ ഇട്ടിട്ട് ഞാൻ തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഒരു 3 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നല്ലോണം നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം തീ കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കുക. തേങ്ങയുടെ കളർ മാറുന്നതനുസരിച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വരാൻ പാകത്തിന് മല്ലിപ്പൊടിയും കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ചൂട് മാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി അതേ ഉരുളിയിലേക്ക് തന്നെ ആ ഒരു മാറ്റി വെച്ചിരുന്ന പാവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തിരുന്നായിരുന്നേ. ആ ഒരു പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് മിക്സാക്കിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കണേ. വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റും കൂടി വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ തീയൽ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇനി നമുക്കിതൊന്ന് താളിച്ചും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് താളിച്ചും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ തീയലും മെഴുക്കുപുരട്ടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.